5000-ഓളം പേർക്ക് നിത്യേന ഭക്ഷണം കൊടുക്കുന്ന, ഇന്നെന്ന് പറഞ്ഞാൽ 35 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നവജീവൻ തോമസ് ചേട്ടൻ. തോമസ് ചേട്ടനെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തോമസ് ചേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം 35 വർഷമായിട്ടുള്ളത് കൊണ്ട് തോമസ് ചേട്ടനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തോമസ് ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. തോമസ് ചേട്ടാ, വെൽക്കം. തോമസ് ചേട്ടാ, ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ നൈക്കമണ്ഡലത്തിൻ്റെ ധ്യാനവും ഇങ്ങനത്തെ കാര്യങ്ങൾ. ആ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഇതുപോലെ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. നമുക്കറിയാം അനുഭവമായിട്ട്. അവരൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വന്ന് അവിടെയാണ് നവജീവനിൽ. അവിടെയാണെങ്കിലും ഇവിടെ നമ്മൾ തുടങ്ങിയപ്പോഴാണ് ഈ ബിൽഡിങ് പണിതപ്പോൾ തന്നെയാണെങ്കിലും അവർ കട്ട ചുമക്കാനും കല്ല് ചുമക്കാനും അതുപോലെ തന്നെ സിമെൻറ്റ് കൂട്ടാനും അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ട്രസ്റ്റിമാർ, കുഞ്ഞേട്ടനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് ആ കാലഘട്ടമായിട്ട് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം 95-90 ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു വളർച്ചയുടെ സ്റ്റേജിൽ. അന്ന് കോട്ടയത്ത് സഹായിച്ച ആൾക്കാർ ആണ് സത്യം പറഞ്ഞാൽ എൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമായത്. പ്രത്യേകിച്ച് ഊരാളീച്ചൻ്റെയൊക്കെ സഹായം വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ പറയുന്നത് ഊരാളീച്ചൻ അവിടെ നിന്ന് ഇവിടെ ചോറ് വയ്ക്കാൻ കൂടും, അത് കഴിഞ്ഞ് വിളമ്പാൻ കൂടും, ഇല്ലേ? മെഡിക്കൽ കോളേജ് പുള്ളി തന്നെ ചോറ് കൊടുക്കത്തുള്ളൂ. എപ്പോഴും പുള്ളി വന്നാൽ പുള്ളിയാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും പുള്ളി വന്നൊരു പ്രാർത്ഥനയും അങ്ങനെയല്ലായിരുന്നു. അപ്പം കോട്ടയത്ത് അങ്ങനെ ആരൊക്കെയായിരുന്നു തോമസേൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ഊരാളച്ചൻ്റെ വരുന്നതോടുകൂടി എനിക്കൊരു വലിയ സഹായമായിരുന്നു. കുറേ ജ്ഞാനായക്കാരും എല്ലാം കൂടെയൊക്കെ ആ കൂടെയൊക്കെ സഹായിക്കാൻ തുടങ്ങി. പലരും വരാൻ തുടങ്ങി. അച്ഛൻ തന്നെ പറഞ്ഞിട്ട് വരാൻ തുടങ്ങി. പിന്നെ അച്ഛൻ നല്ല പ്രോത്സാഹനമായിരുന്നു. അച്ഛന് വേറെ ഒരു ആഗ്രഹം നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ. എപ്പോഴും തമാശ പറയുകയും വർത്താനം പറയുകയും. അച്ഛനും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയുള്ള ഒരു ജീവിതമായിരുന്നു. അങ്ങനെ അച്ഛൻ നവജീവൻ്റെ രക്ഷാധികാരിയായി. അന്നുള്ളവരെല്ലാവരും കൂടി ഭയങ്കര സഹോദര സ്നേഹത്തിൻ്റെ ഒരു കാലമായിരുന്നു. ചെറിയൊരു സ്നേഹമല്ല. പിന്നെ അന്നത്തെ കാലത്ത് ശുശ്രൂഷയ്ക്ക് വന്നവരെ അവർ കഷ്ടപ്പെടാൻ ഇഷ്ടമായിരുന്നു. അവരൊരു സുഖജീവിതത്തിന് വന്നതല്ല എന്തെങ്കിലും കിട്ടാൻ. അതായത് അത് ഇപ്പോൾ ഞാൻ അവർ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അവർ ഇഷ്ടപ്പെട്ടു. അപ്പം അവരുടെ ആ കഷ്ടപ്പാട് വലിയൊരു അനുഗ്രഹമായിരുന്നു. നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് അവരുടെ കഷ്ടപ്പാടാണ്. പക്ഷെ അവർക്ക് പിന്നീടുള്ള കാലത്ത് അവർക്കും വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഉയർച്ചകളാണ് കണ്ടത്. ഇപ്പോൾ അമേരിക്കയുള്ള മനോജ്, നമ്മുടെ അനീബ്, അപ്പോൾ അന്ന് കൂടിയവർക്കെല്ലാം ഒത്തിരി ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് പിന്നെ കാണാനായിട്ടൊക്കെ സാധിച്ചത്. ആ കാലഘട്ടങ്ങളിൽ അതായത് നമ്മൾ ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു വലിയ രോഗം വരുമ്പോഴാണ് വലിയ പ്രാർത്ഥന, അല്ലെ വലിയ കടം വരുമ്പോഴാണ് വലിയ പ്രാർത്ഥന, അതീവ ദുഃഖം വരുമ്പോഴാണ്. അതൊക്കെ കഴിയുമ്പം ചിലപ്പോൾ ഇതങ്ങ് കുറഞ്ഞു കൂട്ടുകയും ചെയ്യും. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് നവജീവനെക്കുറിച്ച് ഒരു വാക്ക് പറയാനുള്ളത്. നവജീവൻ എന്ന് പറയുന്ന പ്രസ്ഥാനം 91 തൊട്ട് ശക്തമായിട്ട് നിലവിലുണ്ട്. അതിന് മുമ്പ് തന്നെ തോമസേട്ടൻ ചോറ് കൊടുത്ത് തുടങ്ങിയതാണ്. അപ്പം 91-ന് ശേഷം ഇങ്ങോട്ട് നോക്കിയാലേ നമുക്ക് പൈസ എവിടെ നിന്ന് വരുന്നു നോക്കി തമ്പുരാൻ കൊണ്ട് തരുന്ന ആ ഒരു ഡിവൈൻ പ്രോവിഡൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്. നമ്മൾ വിദേശത്ത് നിന്ന് ആരുടെ സഹായം മേടിക്കുന്നില്ല. FCNR അക്കൗണ്ട് പോലും നമുക്കില്ല, അല്ലെങ്കിൽ FCR രജിസ്ട്രേഷൻ പോലും എടുത്തിട്ടില്ല. FCR രജിസ്ട്രേഷൻ എടുത്താൽ നമുക്ക് നല്ല കോടിക്കണക്കിന് രൂപ ഓഫറുള്ളതാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നുണ്ട്. അത് വേണ്ടാന്ന് തീർത്തങ്ങ് പറഞ്ഞിരിക്കുക. നമ്മൾ ട്രസ്റ്റിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. സഭയുടെ സഹായം ഒന്നും സ്വീകരിക്കുന്നില്ല. സഭയിൽ നിന്ന് 5 പൈസ പോലും നമുക്ക് തരുന്നില്ല, ഒരു സഭയിൽ നിന്നും. പക്ഷേ ഗവൺമെൻറ് സഹായവും എടുക്കുന്നില്ല. കേരള ഗവൺമെൻറ് നമുക്ക് വേണം 37 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷം കിട്ടേണ്ടതാണ്. അത് നമ്മൾ എടുക്കുന്നില്ല. അതാണ് തോമസേട്ടൻ്റെ ഒരു പ്രത്യേകത. തോമസേട്ടൻ്റെയും നവജീവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിൽ പൈസയിൽ ആശ്രയിക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം തരുന്നത് കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഈ മക്കളെ നോക്കാനായിട്ട് ഇപ്പം 170 പേര് ഇവിടെ ഏകദേശം ഉണ്ട്. ആ 170 പേരിൽ 10 പേരൊഴിച്ച് ബാക്കി എല്ലാവരും മാനസിക രോഗികളാണ്. അപ്പോൾ അവരെ നോക്കാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം തമ്പുരാൻ തരണം കാശ്. ഞങ്ങളായിട്ട് ഇല്ല, തോമസേട്ടനായിട്ട് ഇതിന് പറയാൻ നടക്കുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. അതിനെക്കുറിച്ച് ആ ഒരു ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് തോമസേട്ടൻ. അതായത് ഇതിൻ്റെ സാധാരണ മനുഷ്യർ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ദൈവത്തിന് എന്തെങ്കിലും കിട്ടാനാണ് കൂടുതലും മനുഷ്യൻ്റെ പ്രാർത്ഥനയും
മനുഷ്യൻ്റെ ഓരോ സ്ഥലത്തൂടെയുള്ള ഓടിപ്പോയുള്ള പ്രാർത്ഥനയെല്ലാം ദൈവത്തിൽ നിന്നെങ്കിലും കിട്ടാൻ. പക്ഷേ ദൈവത്തെ കിട്ടാൻ ആഗ്രഹിച്ചവരെയാണ് കൂടുതൽ അനുഗ്രഹീതരായിരിക്കുന്നത്. അതാണ് വിശുദ്ധരെല്ലാം രക്തസാക്ഷികളായി തീർന്നത്. അവരവർക്ക് വേണ്ടി മരിച്ചവരല്ല, ദൈവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയല്ല രക്തസാക്ഷിയായി. അവരെല്ലാം കർത്താവിനെ മുഖാമുഖം കണ്ട് സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചവരാണ് മിഷണറിമാരും രക്തസാക്ഷികളും. മനുഷ്യൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും മനുഷ്യന് ഞാൻ ഓടി നടക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ്, ദൈവത്തെ കിട്ടാനുള്ള ആഗ്രഹവും കുറവാണ്. അതെ, മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് കിട്ടുമോ എന്ന് നോക്കുന്നത്. ഒത്തിരി നമ്മുടെ അനുഭവം നവജീവനിൽ നമ്മുടെ മക്കളും നമ്മുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് നമുക്ക് കർത്താവ് തെളിവോടുകൂടി അനുഗ്രഹം തന്നിരിക്കുന്നു. ഈ അടുത്ത കുറേ നാൾ മുമ്പുള്ള കോവിഡിൻ്റെ കാലം തന്നെ അങ്ങനെയാണ്. ആരും ഞാൻ വരുന്നില്ല. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് കോവിഡ് ബാധിച്ചു, ഇവിടെയുള്ള എല്ലാവർക്കും കോവിഡ് ബാധിച്ചു, ഒത്തിരി പ്രായമുള്ളവർക്ക് ബാധിച്ചു. ആ സമയത്ത് 191 പേര് അന്ന് കോവിഡോടെ ബാധിച്ചു. ആരും മരിച്ചില്ല, എല്ലാവരും. അത് വളരെ പ്രായമുള്ളവർ പോലും മരിച്ചില്ല. അന്ന് ഡോക്ടർമാർ പറയും നമ്മൾ വേറെ ഏതാണ്ട് മരുന്ന് കൊടുത്തെന്നൊക്കെ പറഞ്ഞു. ഒന്നുമല്ല. ആ കാലത്ത് നമുക്ക് ജീസസ് യൂത്തിലുള്ള പിള്ളേർ ഇവിടെ വരികയും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അവരങ്ങ് ഏറ്റെടുക്കുക. കിച്ചൺ ഒരു ബുദ്ധിമുട്ടും. അത് ഗേറ്റിൻ്റെ വാതിക്ക് ആരോ കൊണ്ടുപോയി ഇഷ്ടംപോലെ വലിയ പെട്ടിലാമ്പട്രായാലെല്ലാം ഓറഞ്ചും പഴങ്ങളും പച്ചക്കറികളും അരിയും എല്ലാം ഇവിടെ വെച്ചിട്ട് പോയത് ഓർക്കുന്നുണ്ട്. ആ കോവിഡ് കാലത്ത് എല്ലാവർക്കും വിഷമമുള്ള കാലത്താണ് നമുക്ക് ഒരു വിഷമവും ഇല്ലാഞ്ഞ ഒരു സമയമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നതിനും നമ്മൾ വിഷമിച്ച് നമ്മൾ ഭക്ഷണം എവിടെ ഉണ്ടായാലും സ്കൂളിൻ്റെ കിച്ചണിൽ കൊണ്ടുപോകാം, പലയിടത്തും കിച്ചൺ മാറ്റാം. പക്ഷെ ഒന്നും മാറ്റേണ്ടി വന്നില്ല. കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹം. കോവിഡ് കാലത്ത് ഏറ്റവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയ കോവിഡ് കാലത്ത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കോവിഡ് ബാധിച്ച രോഗികൾക്കെല്ലാം നല്ല ചിക്കൻ വറുത്തതും നല്ല മീൻകറിയൊക്കെ കൂട്ടിയാണ് നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുത്തു കോവിഡ് കാലഘട്ടങ്ങളിലെല്ലാം. അന്നൊരു കുറവ് കൂടെ വന്നിട്ടില്ല, നമ്മൾ ആരോടും ചോദിച്ചുമില്ല. അങ്ങനെ നവജീവൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോഴത്തെ ചാപ്പലിരിക്കുന്ന വാർക്കാൻ നേരത്ത് നമ്മുടെ ആളുകളെല്ലാം വന്ന് വടബാദൂർ സെമിനാരിലെ പ്രദേശം വന്ന് കർക്കിടവാവിൻ്റെ അന്നാണ് അത് വാർക്കുന്നത്. അന്ന് മഴ പെയ്യുന്ന ഉറപ്പാണ്. പക്ഷേ രാത്രി കാർമേഘം വന്ന് നിൽക്കുന്നു, വാർക്ക നടക്കുന്നു. എല്ലാവരും കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ കാർമേഘം രണ്ടായിട്ട് വിടുന്ന രണ്ട് സ്ഥലത്തേക്ക്. നാഗമ്പടത്തും കോടിമുതലും ഒന്ന് മഴ പെയ്തായിരുന്നു, ഇവിടെ പെയ്തില്ല. അന്ന് വെളുപ്പിനെയാണ് ഒരു ചാറ്റുമഴ ഉണ്ടായത്. അത്ര പോലും നമ്മൾ കാണുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു എന്നെ സംബന്ധിച്ച് ഒരു കുറവും ബലഹീനതയില്ല. ഈ ഒത്തിരി ആളുകളുടെ ദുരിതവും മരണവും ദിവസവും കണ്ടു നടക്കുന്നതുകൊണ്ട് പണ്ടത്തെ അനുഗ്രഹങ്ങളെല്ലാം ചിലപ്പോൾ മറന്നു പോവുകയാണ്. മനസ്സില്ല, പറഞ്ഞു വരുമ്പോഴത്തേനും ഇവിടെ കണ്ടു നിറയും. നമുക്ക് ഓർമ്മ വരാനും ചോദിച്ചാൽ ഓർമ്മ വരും. ഇല്ല, ഓരോ ദിവസവും മനുഷ്യരെ കണ്ണുനീരും ദുഃഖവും 5-6 ജില്ലയിൽപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് വരുന്നവർ എല്ലാം നമ്മളെ വിളിക്കുന്നു. ഡോക്ടർമാർ, പത്രക്കാർ, നേഴ്സുമാർ, അവിടെ മരിക്കാറായി, ഇവിടെ മരിക്കാറായി, അവർക്ക് മരുന്ന് വേണം, വണ്ടി വേണം, വണ്ടിക്കൂലി വേണം. ഇത് ദിവസവും ഇങ്ങനെ കേൾക്കാൻ. പിന്നെ കർത്താവ് നമുക്കാണ് തന്ന അനുഗ്രഹം ഈ 5-6 ജില്ലയിൽപ്പെട്ട് വരുന്നവരുടെ സങ്കടങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും കർത്താവ് നവജീവന തന്ന വലിയ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഒന്നുമില്ലാത്ത നമ്മളിൽ കൂടെ കർത്താവ് അത്ഭുതകരമായിട്ട് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇത്രയധികം ആളുകൾക്ക് ഇത്രയും സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന കേരളത്തിലല്ല ഒരിടത്തുമില്ല. തന്നെയല്ല നമ്മൾ തുടങ്ങിയപ്പോൾ അതിൽ കൂടെ ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലന. അന്ന് കൂടിയവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് 5, 6, 10 രോഗികളെ കൊടുത്ത് കേരളത്തിൽ പല സ്ഥലത്ത് ഇതുപോലെ ശുശ്രൂഷകൾ ആരംഭിച്ചു, ഭക്ഷണ വിതരണം ആരംഭിച്ചു. ചോറ് വിളമ്പാൻ വന്നവർ അച്ഛന്മാരാകാൻ പോയി, സിസ്റ്റേഴ്സ് ആകാൻ പോയി, വലിയ ശുശ്രൂഷകരായി മാറി. കൂടാതെ പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചവരൊക്കെ നമ്മളോട് വന്ന് DYFIയിലൊക്കെ പ്രവർത്തിച്ച പല ആളുകളും വന്ന് വലിയ വചന പ്രഘോഷകരായി. കുമളി തോമസിനെ പോലുള്ള ആളുകളൊക്കെ. അതുപോലെ കത്തോലിക്ക, യാക്കോബ, ഓർത്തഡോക്സ്, മാർത്തോമ സഭയപ്പെട്ട് എന്തോരം വൈദിക വിദ്യാർത്ഥികളുടെ ശുശ്രൂഷയിലും അവരെല്ലാം അച്ഛന്മാരായല്ലോ. അവരെല്ലാം അച്ഛന്മാരും തിരുമേനിമാരും ആയല്ലോ. എന്തോരം അനുഗ്രഹങ്ങളാണ് നമ്മുടെ നവജീവന് തന്നിരിക്കുന്നത് ഓർത്താൽ പറഞ്ഞു വരുമ്പോഴേ ഓർമ്മ വരുമല്ലോ. ഓർക്കും തോറും കരയാനും തോന്നും. നമ്മുടെ തൂത്തുകുടിയിലെ ഫിലക്സിനോസ് തിരുമേനിയൊക്കെ ചെമ്മാച്ചനായിരിക്കുമ്പോഴേ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ചെമ്മാച്ചനാകുന്നതിന് മുമ്പേ തുടങ്ങിയത്. ഇവിടെ ഓർത്തഡോക്സ് പള്ളിയിലല്ലേ, ദുബായ് പള്ളിയിൽ 25 വർഷം മുമ്പ് ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്ത അച്ഛന്മാരാ.
ഒരു കമ്മിറ്റി കൂടി ഇപ്പോൾ കേരളത്തിൽ ആർക്ക് കൊടുക്കണം, സഭയൊന്നും നോക്കരുത്, ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, നവജീവനിലെ പി യു തോമസ് കൊടുക്കാൻ എല്ലാവരും തീരുമാനിച്ചങ്ങനെ പോയി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് ശുശ്രൂഷയ്ക്ക് വന്ന ആ വൈദിക വിദ്യാർത്ഥികൾക്ക് ഇന്നും ആ അനുഗ്രഹങ്ങളും ഓർമ്മകളും ആത്മീയങ്ങളും. ഞാനൊരു കാര്യം എപ്പോഴും ഓർക്കും. കാരണം നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ജീവിച്ച് നമ്മൾ മരണത്തിലൂടെ മടങ്ങിപ്പോകും. പക്ഷേ ശേഷിക്കുന്നവരുടെ ഓർമ്മകൾ മരിക്കത്തില്ല. ഈ 5 ജില്ലയിൽപ്പെട്ട ജനങ്ങൾക്ക് എല്ലാം ഭക്ഷണം മേടിച്ചു പോകും. ഇതെവിടെ നിന്നുണ്ടാകുന്നെന്ന് ആരും അറിയുന്നില്ല, ചോദിക്കുന്നില്ല. പക്ഷേ ഓരോ മനുഷ്യനെയും ദൈവം കരുതലോടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ അങ്ങനെ നടന്ന കാലത്ത് ആശുപത്രി കൂടെ ഇങ്ങനെ നടക്കും, ആരെയും സഹായിക്കാൻ ഈശോയെ മാതാവേ അമ്മേ അനുഗ്രഹം തരണേ. അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഏതാണ്ട് കുറച്ച് പൈസയുണ്ട്, ആ ക്യാൻസർ വാർഡിലോട്ട് പോവാം. പക്ഷെ ചെല്ലുന്ന അങ്ങ് അടുക്കുന്നതിന് മുമ്പ് ഓരോരുത്തർ വന്ന് അവർക്ക് അന്ന് എൻ്റെ കയ്യിൽ നിന്നൊരു 10 രൂപ 50 രൂപ 20 രൂപയൊക്കെ കൊടുത്തു. ക്യാൻസർ വാർഡിൻ്റെ അടുക്കാറായപ്പോഴത്തേനാണുള്ളത്. ഒരു വലിയമ്മച്ചി തുണി അലക്കി വന്ന് ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കാം. ഈ തുണി ഓരോരുത്തർ കാട്ടോണ്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് അമ്മച്ചിയുടെ തുണി വരാൻ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കി. വലിയമ്മച്ചി വെയിലത്ത് തന്നെ ഇരിക്കും. ഞാൻ അങ്ങോട്ട് നോക്കി നടന്ന് ചെല്ലുമ്പോഴാണ് അമ്മച്ചിയുടെ മെൻവശത്തോട്ട് ഒരു പൊതിക്കെട്ട് വന്ന് വീഴുന്നു. അമ്മച്ചി അതെടുത്ത് പൊതി കഴിക്കുന്നു. ഞാൻ ചെല്ലുന്നു. കുറേ രൂപയാണ്. അമ്മച്ചി അന്നൊരു ചായ കുടിക്കാൻ കാശില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടുന്നോ ആരോ തുണി അലക്കാൻ വേറെ എവിടെയോ പോയപ്പോൾ എങ്ങനെയാണോ കാക്ക കൊത്തിക്കൊണ്ട് വന്ന് അമ്മച്ചി ഇരുന്നതിൻ്റെ അടുത്ത് വന്നപ്പോൾ കാക്കയുടെ വാ അടച്ചു പോയി താഴോട്ട് പോയി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേനെ ഈ പറഞ്ഞു ഓർമ്മ വരുമ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയും ജീവിതമൊക്കെ ദൈവം തന്ന അനുഗ്രഹം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടേണ്ട ഒരു കാലമാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് PT ജോസഫ്. കുഞ്ഞാട്ടൻ എന്നാണ് ഇവിടെ എന്നെ വിളിക്കുന്ന എല്ലാവരും. ആ പേര് പറഞ്ഞാലേ അറിയുള്ളൂ. ഞാനിതിൻ്റെ അയൽവക്കംകാരൻ തന്നെയാണ്. ഇതിവിടെ ആരംഭിച്ച 90കൾ മുതൽ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ കല്ല് ചുമക്കാനും സിമെൻറ്റ് ചുമക്കാനും ഒക്കെ ആയിട്ടാണ് ആദ്യം ഞാൻ വരുന്നത്. അന്ന് മുതൽ ഇതിനകത്ത് സജീവമായിട്ട് എന്ന് പറയുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ വരികയും പറ്റുന്ന സേവനങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ കൊമേഴ്ഷ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ഒഴിവ് ദിവസങ്ങളിലും ഞായറാഴ്ചകളിലുമായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. അന്നിവിടെ വന്നാൽ അടുക്കളയിൽ കുക്കിങ്ങിനും മറ്റും സഹായിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ 2000-ലാണെന്ന് എനിക്ക് തോന്നുന്നു എന്നെ ട്രസ്റ്റി ആക്കി ഇവർ. അപ്പോൾ അതിന് പ്രചോദനമായി ഞാൻ ഇവിടെ വരാൻ പ്രചോദനമായി നിൽക്കുന്ന കാര്യങ്ങൾ എൻ്റെ അയൽവാസിയായ അനീവ് വഞ്ഞിക്കാരൻ, റെജിമോൻ തുടങ്ങിയ കുറേ സുഹൃത്തുക്കൾ ഈ അയൽപക്കത്തുണ്ടായിരുന്നു. അവരിവിടെ വന്ന് സേവനം ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്കും ഇവിടെ വന്ന് സേവനം ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെ അവരുടെ പെർമിഷനോട് കൂടിയാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. ഇത് എൻ്റെ ആരംഭകാലങ്ങളിൽ രാത്രി 12 മണി 1 മണി വരെ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോകുമായിരുന്നു. ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ഒരുവനും ഇവിടെ വരികയില്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇവിടുന്ന് പോകണമെന്ന് പല പ്രാവശ്യം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു. പക്ഷേ പോകാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അതിനൊരു കാരണം പറയാം. അതൊരു ദൈവഹിതമാണ്. ദൈവത്താൽ ആകർഷിക്കപ്പെട്ടാണ് ഇവിടെ വരുന്നത്. അല്ലാതെ നമ്മൾ മറ്റ് ആകർഷണത്തിൽ പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിലനിൽപ്പില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകേണ്ടി വരും പല കാര്യങ്ങൾ കൊണ്ട്. തോമസ് ചേട്ടനെയാണ് നമ്മളിവിടെ മാതിരിയായിട്ട് കണ്ടിരിക്കുന്നത്. ഞങ്ങൾ തോമസ് ചേട്ടൻ്റെ കൂടെ മൊത്തത്തിൽ 7 ട്രസ്റ്റീസാണ്. തോമസ് ചേട്ടൻ മാനേജിങ് ട്രസ്റ്റി, പിന്നെ പോൾ മാത്യു എന്ന് പറയുന്ന പോളിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും, അദ്ദേഹം സെക്രട്ടറിയാണ്. പിന്നെ ഷിബു ആൻ്റണി എന്ന് പറഞ്ഞ അഗ്രോ ബയോടെക്കിൻ്റെ ജനറൽ മാനേജർ. പിന്നെ ഞാൻ 3 കപ്പൂച്ചൻ അച്ഛന്മാരുണ്ട്. ഫാദർ സൈറിഷ്, ഫാദർ ജിഫിൻ, ഫാദർ ജോഫിൻ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. എത്രയും ഭംഗിയായിട്ട് സത്യസന്ധമായിട്ടും കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ഫണ്ട് വന്നാൽ കൃത്യമായിട്ട് അതിന് റെസീറ്റ് കൊടുക്കുക, കൃത്യമായിട്ട് ചെലവഴിക്കുക, ദുർവ്യയം ഒഴിവാക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനെ സഹായിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോസ് ബി ജോൺ എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് SI അഡ്മിനിസ്ട്രേറ്ററായിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ സഹായം. ആ കൂട്ടത്തിൽ 10, 50, 60 വോളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടെ സംയുക്തമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എത്ര കാലം ഇത് മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു ഉത്തരം പറയാനില്ല. കാരണം ഇതിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒടയതമ്പരാൻ മാത്രം തരുന്ന പൈസയാണ്. ഫോറിൻ മണികളൊന്നുമില്ല, വിദേശ സഹായമില്ല, സഭയുടെ സഹായമില്ല, സർക്കാരിൻ്റെ ഗ്രാൻറ്റില്ല. ഇതൊന്നുമില്ലാതെ നല്ലവരായ വ്യക്തികൾ തരുന്ന, അതായത് നാനാജാതി മതസ്ഥരായ വ്യക്തികൾ, അവർ
അകമഴിഞ്ഞ് സഹായിക്കുന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസത്തെ ചെലവെന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷത്തിനും 1.60 ഇടയ്ക്ക് വരും. 166ഓളം മക്കളുണ്ട് ഇവിടെ. ഞങ്ങൾ ഇവിടുത്തെ അന്തേവാസികളെ മക്കളെന്നാണ് വിളിക്കുന്നത്. അവരുടെ ഇവിടുത്തെ 10-60 വോളണ്ടിയേഴ്സും ഉണ്ട്. എല്ലാവരും കൂടെ സംയുക്തമായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ 1.5 ലക്ഷം രൂപ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഓരോ ദിവസവും നമ്മളെ അറിയാത്ത വ്യക്തികൾ കൊണ്ടുവന്ന് ഇവിടെ പൈസ തരുന്നു. അത് ഞങ്ങൾ ചെലവഴിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു. 4500ഓളം പേർക്ക് ദിവസേന ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 5 ആശുപത്രികളിലായി 7 തവണ ഭക്ഷണം കൊടുക്കുന്നു. മെഡിക്കൽ കോളേജ്, പിള്ളേരുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, ജില്ലാ ആശുപത്രി, അങ്ങനെ 5 ആശുപത്രിയിൽ 7 തവണയായിട്ട് ഭക്ഷണം കൊടുക്കുന്നു. കൂടാതെ മരുന്ന് സഹായം, ആശുപത്രിയിൽ കിടക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തവർക്ക് ബൈസ്റ്റാൻഡർ സഹായം, ഡെഡ് ബോഡിയും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന രോഗികളെയും പുറത്തേക്ക് പോകാൻ, അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ആംബുലൻസ് സഹായം ചെയ്തു കൊടുക്കുന്നു. പെര ഇല്ലാത്തവർക്ക് ചെറിയ ചെറിയ പെരകളിൽ റിപ്പയറിങ് ചെയ്തു കൊടുക്കുന്നു. ബാത്റൂം ഇല്ലാത്തവർക്ക് അത് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ വേലകളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതുകൂടാതെ ഇൻമേറ്റ്സിനെ കൂട്ടി ഞങ്ങളിവിടെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അവരും കൂടെ കൂടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരാളുടെ മാത്രം അധ്വാനമല്ല. ഇതിങ്ങനെ ഒരു പതി ചോറുംപതിയിൽ നിന്നും 4500-5000 പേരുടെ ഭക്ഷണമായിട്ട് ഇത് ഇന്നും ഉയർന്നിരിക്കുകയാണ്. അത് എല്ലാവരുടെയും അധ്വാനം കൊണ്ടാണ്, ഒരാളുടെ അധ്വാനം അല്ല. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.